അസ്സലാമലൈക്കും. ദോസ്ത് വന്നിട്ടുണ്ട്. ഞങ്ങള് ഇവിടെ ഫിഷ് മാർക്കറ്റ് അല്ലേ, ദുബായ് ഫിഷ് മാർക്കറ്റ്. ഓടിക്കില്ലേ നമ്മളുള്ളത് ഇപ്പം ദുബായ് വെജിറ്റബിൾ മാർക്കറ്റിലാണ് ഉള്ളത്. വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ആൻഡ് മാർക്കറ്റില്. ഓക്കെ. ഇതിപ്പോ ഈ സൈഡ് കംപ്ലീറ്റ് പൊട്ടാട്ട, അതിന്റെ അപ്പുറത്തെ സൈഡ് ഉള്ളിയാണ് കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങ്. യെസ്, ഉരുളക്കിഴങ്ങ്. ഇത് മെയിനായിട്ട് അപ്പോ കുറച്ച് വാങ്ങിക്കാം, എല്ലാം വാങ്ങിക്കാം കുറച്ചായിട്ട്. നമ്മള് കൂട്ടുകാരെല്ലാം എത്തിട്ട് ഇപ്പോ മാർക്കറ്റിലേക്ക് ലീവാന്ന്, നാഷണൽ ഡേന്റെ ലീവായതുകൊണ്ട് ഇരുട്ടത്തൊന്നും കാണുന്നില്ല, വിളിച്ചില്ല. രാവിലെ തന്നെ വിട്ടതാന്ന് ടിക്ടോക് താരൻ മിസ്റ്റർ റഷീദ്. നമ്മള് ദുബായ് ഫിഷ് മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ വന്നല്ലോ. ഫുഡ് നാളെ നമുക്ക് ഇല്ലെങ്കിൽ ഇന്ന് ബിരിയാണി ഒക്കെ നാളെ നമുക്ക് നല്ല അടിപൊളി എന്താ പറയണ്ടത് സാധാരണ. റഷീദ് നാളെയോ? റഷീദ് ഇന്ന് വൈകിട്ട് പോകുന്നു. ഇപ്പൊ ഇതില്ലപ്പോ വീടിന്ന് പ്രശ്നമില്ലല്ലോ, എടുക്കാലോ. വീടുന്നല്ല എടുക്കാം. വീട് ഇരുന്നാക്കുന്ന പ്രശ്നം. ഇപ്പൊ സാലിക്കെല്ലാം കൂടിയിട്ടുണ്ട് കേട്ടോ. രാവിലെ മുതല് എല്ലാം 6 റുപ്യ. ജനുവരി 1 മുതല് 2025 ജനുവരി മുതൽ 6 രൂപ. രാവിലെ 6 to 10 വരെ. പിന്നെ വൈകിട്ട് 4 to 10 മണി വരെ 4. ബാക്കിയുള്ള ടൈമിലല്ലോ 4 തന്നെ. രാത്രി 1 മണി തൊട്ടിട്ട് രാവിലെ 6 വരെ ഫ്രീയാന്ന്. ഒരുത്ത അടിയിൽ കമന്റിട്ടതറിയാം. അത് മറ്റേ സുധീ തമ്പിക്കും നമ്മളെ പിന്നെ വിജിക്കും ഇവക്കെല്ലാം പറ്റിയതെന്ന് പറഞ്ഞിട്ട്. പിന്നെ കള്ള് കച്ചവടക്കാർക്കും അവരങ്ങനെ എന്തെല്ലാം കേൾക്കുന്നു. അവർ കമന്റിട്ട കാര്യം നമ്മൾ പറയുന്നല്ലേ. ഈ യാത്രയിൽ ഞങ്ങൾക്ക് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നത് മിസ്റ്റർ ഫൈസലാണ്. അവരുടെ സഞ്ചാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ഒരു സഞ്ചാരിയുടെ എല്ലാ ലുക്കും അയാൾക്കുണ്ട്. കാരണം ഇതാണ് ഞങ്ങളുടെ ഡ്രൈവർ. ദുബായിൽ നിന്ന് നേരെ ഫിഷ് മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നു. ഇയാൾ പറയുന്നു ഇവിടെ പള്ളിയുണ്ടെന്ന്. ഞങ്ങളിതാ പള്ളി നോക്കുകയാണ്. ഞങ്ങൾ മീൻ മാർക്കറ്റിലേക്ക് എടുക്കുകയാണ്. ദുബായ് ഫിഷ് മാർക്കറ്റ്. ചെമ്മീൻ എന്താ അടിപൊളി മീനുകളങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കട്ട് ചെയ്യാത്തതുണ്ട്. ഞാനൊരു സ്നേഹിതന്മാർ ഒരുപാടുണ്ട്. ഞാൻ അവരൊക്കെ ഒന്ന് തിരഞ്ഞിറങ്ങിയതാണ്, പക്ഷെ അവരൊന്നും കാണാനില്ല. അവരൊക്കെ ഒന്ന് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവരൊക്കെ റൂമിൽ പോയിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ കുറേ നടന്നു. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഏതൊരു പുറത്തുനിന്ന് എല്ലാ സ്റ്റോളും ഒരേമാതിരി തന്നെയാണ്. അങ്ങനെ ലാസ്റ്റ് എൻ്റെ കൂടെവേറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം മീനിങ്ങനെ നോക്കിയാൽ അവിടെ പറഞ്ഞു പറ്റിക്കാണേ. മഞ്ഞിൽ
എന്താ മേടിച്ചേ? കാണിക്കണമായിരുന്നു, പക്ഷെ ഞാൻ വണ്ടി ഓടിക്കണം, അല്ലെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു. അത് കുഴപ്പമില്ല, ഒന്ന് എടുത്തോ. ഞങ്ങൾ മീൻ വാങ്ങി പുറത്തേക്ക് ഇനി സബ്ജി മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ കുറേ സബ്ജി മാർക്കറ്റും കാര്യങ്ങളൊക്കെ. ഒരു തേനിട്ട് അടിപൊളി തേൻ. ബുർജ് ഖലീഫ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോരാണ് മാർക്കറ്റിൽ സാധനം മേടിച്ചിട്ട്.